ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആത്മീക വർധന വരുത്തുന്ന സ്നേഹം. 1 കൊരിന്ത്യർ 8:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവന് ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. പ്രിയരെ, അറിവ് നമ്മെ വലിയവരാക്കില്ല, പദവി നമ്മെ ആത്മീയരാക്കില്ല. സ്നേഹമാണ് നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവെ, അറിവിന്റെ അഹങ്കാരം മാറ്റി സ്നേഹത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റുള്ളവരുടെ വിശ്വാസം പണിയുന്നവയാകട്ടെ. ഞങ്ങളുടെ ജീവിതം യേശുവിന്റെ സ്നേഹത്തിന് സാക്ഷ്യമായി തീരുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് ദൈവവചനത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പ്രധാന പാഠം ഇതാണ്. അറിവ് അഹങ്കാരം ഉണ്ടാക്കുന്നു, സ്നേഹം ആത്മീയത വളർത്തുന്നു. നമ്മൾ പലരും ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതെല്ലാം നല്ലതാണ്. പക്ഷെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, അറിവ് മാത്രം ആത്മീയ വളർച്ചയുടെ അടയാളമല്ല, സ്നേഹമാണ് യഥാർത്ഥ അടയാളം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ കൂടുതൽ അറിവുള്ളവനാണ്, ഞാൻ ആത്മീയനാണ്, ഞാൻ ശരിയാണ്, മറ്റവർ തെറ്റാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആത്മീയതയല്ല. പൗലോസ് ഇവിടെ പറയുന്നു, നമ്മുടെ സ്വാതന്ത്ര്യം പോലും മറ്റൊരുത്തന് വിശ്വാസം ഇടറാൻ കാരണമാകുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കാൻ സ്നേഹം നമ്മെ പഠിപ്പിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചത്. യേശു സ്വന്തമായ അവകാശങ്ങളെ പിടിച്ചു നിൽക്കാതെ മറ്റുള്ളവർക്കായി തന്നെ താഴ്ത്തി മനുഷ്യരെ ഉയർത്തി. അതിനാൽ ആത്മീയ വളർച്ച എന്നത് വെറും കൂടുതൽ അറിവ്, കൂടുതൽ പ്രസംഗം, കൂടുതൽ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, ദുർബലരെ എങ്ങനെ സമീപിക്കുന്നു, തെറ്റുന്നവരെ എങ്ങനെ പരിഗണിക്കുന്നു, വേദനിക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നിടത്താണ്. പ്രിയരെ, അറിവ് നമ്മെ വലിയവരാക്കില്ല, പദവി നമ്മെ വിശുദ്ധരാക്കില്ല. സ്നേഹമാണ് നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കണം. കർത്താവെ, എന്റെ ജീവിതം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതല്ല, മറിച്ച് ഉയർത്തുന്ന ഒരു ജീവിതമാക്കണമേ. അറിവിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകണമേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.